വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ബ്രോക്കൺ വീറ്റ് വെച്ച് ഒരു ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സവാളയാണ്. അത് ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അതും ചെറിയ പീസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മട്ടറും വേണമെങ്കിലും ബീൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രോക്കൺ വീറ്റ്, അതായത് നമ്മുടെ ചെറിയ നുറുക്ക് ഗോതമ്പല്ലേ അത്. ഞാൻ ഏകദേശം ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണിത്. കണ്ടില്ലേ, ഇപ്പം നല്ലതുപോലെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ഇനി നമുക്കിത് വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടാക്കാം. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയില്ലേ, അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, അതുപോലെ ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റില്ലേ, ചെറിയ പീസായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു. ആ ക്യാരറ്റ് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റിന് പകരം ക്യാരറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് മട്ടർ, അതുപോലെ തന്നെ നമ്മുടെ ബീൻസില്ലേ, ബീൻസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം ഇതിനകത്തേക്ക്. അപ്പോൾ നല്ല വെജിറ്റബിൾസും കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഇതിനകത്തേക്ക് ഉണ്ടാകും. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഉപ്പൂടിട്ട് നല്ലതുപോലെ ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയും ക്യാരറ്റും വഴന്ന് കിട്ടും. ഇപ്പം നമ്മുടെ സവാളയും ക്യാരറ്റും നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ നല്ല വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്തതാണ്. അതായത് നുറുക്ക് ഗോതമ്പ് നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം കുറച്ച് നല്ല വെള്ളത്തിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു വെച്ചാണ്. ആ വെള്ളം കൂടെ ചേർത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മുടെ ക്യാരറ്റും സവാളയും എല്ലാം കൂടെ ഇതിനകത്തേക്ക് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സവാളയും ക്യാരറ്റും വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. ആവശ്യമെങ്കിൽ മാത്രം കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതായിരിക്കും. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നല്ലതുപോലെ ഇത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് നേരമെങ്കിലും മതിയായിരിക്കും ഇത് വെന്ത് വരാൻ വേണ്ടി. നമുക്കൊരു 5-6 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളം മുഴുവനും വറ്റാൻ വേണ്ടി ഒരു 5-6 മിനിറ്റ് മതിയായിരിക്കും. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി ബാലൻസ് ഉള്ള വെള്ളം കൂടെ നമുക്കൊന്ന് തോർത്തിയെടുക്കുക. അതായത് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നിരത്തി ഇട്ടാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ബാലൻസ് ഉള്ള വെള്ളം കൂടെ നല്ലതായിട്ട് തോർന്ന് കിട്ടും. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചുള്ള ഈസി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയുടെ കൂടെ തന്നെ പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇത് ഞാൻ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ മട്ടർ, ബീൻസ്, അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചുള്ള ഈസി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് സെർവ് ഡിഷിലേക്ക് മാറ്റാം. ഇന്നത്തെ എൻ്റെ ഈ ഈസി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ പഴത്തിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. അതിൻ്റെ കൂടെ ഒന്നും തന്നെ ഇല്ലെങ്കിൽ തന്നെയും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം എന്നെ അറിയിക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.